ആയിട്ട് നമുക്ക് ഉള്ളത് തിയറം 2.24 ആണ്. അപ്പോൾ 2.24 2.22 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നിയൊരു കാര്യമുണ്ട്. പക്ഷേ ടെക്സ്റ്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്കും അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ എക്സാമിന്. എന്താണെന്ന് ഞാൻ പറയാം. ലെറ്റ് ടി ഫ്രം വി ടു ഡബ്ല്യു ബി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫൈനൈറ്റ് റാങ്ക്. സപ്പോസ് റാങ്ക് ഓഫ് ടി is equal to r for vectors u1, ur belongs to v. Let t1, tur be basis of r of t. If b is a basis of n of t, then b union u1, ur is a basis of capital V. ബൈ തിയറം 2.22 അനുസരിച്ച് നമ്മൾ പറഞ്ഞത് ടി അവിടെ ഇൻജക്റ്റീവ് ആണെങ്കിൽ T1, TUR ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് ആയി U1, URും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ്. അപ്പം ഇതിനകത്ത് T1, TUR എന്ന് പറയുന്നത് ബേസിസ് ആയതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പ്രീ ഇമേജ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ബൈ തിയറം 2.22 അനുസരിച്ച് U1, UR എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റായി ഇവിടെ എഴുതിയേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ തിയറത്തിനകത്ത് ടി എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണെന്ന ഒരു കണ്ടീഷൻ തന്നിട്ടേ ഇല്ല. പക്ഷേ ഇതിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും എക്സാമിന് നിങ്ങൾ 2.22 എന്തായാലും ആ ഒരു സ്റ്റേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഈ ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. അപ്പം ഇൻജക്റ്റീവ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് ഉള്ളതാണ് നമുക്ക് ആ തിയറത്തിലുള്ളത്. പക്ഷേ ഇവിടെ ഇൻജക്റ്റീവ് ഇല്ലാതെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. T1, TUR എന്ന് പറയുന്നത് ബേസിസ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പ്രീ ഇമേജായി U1, UR ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ടെക്സ്റ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ V. ബി എന്ന് പറയുന്ന ബേസിസ് ഓഫ് നൾ സ്പേസും എടുക്കുന്നു. T1, TUR എന്ന് പറയുന്ന ബേസിസ് ഓഫ് R of T ആയതുകൊണ്ട് എക്സസ് നമുക്ക് എക്സ് ബിയിലുണ്ടെങ്കിൽ TX എവിടെ വരും? റേഞ്ച് ഓഫ് ടിയിൽ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമല്ലോ റേഞ്ച് ഓഫ് ടിയിലുള്ള TXനെ. ഇപ്പോൾ TX α1 TU1 + α TUR. അപ്പം അതിനകത്ത് നമുക്ക് ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ T(x - α1 U1 + α UR = 0 എന്ന് കിട്ടും. ഈ എഴുതിയിരിക്കുന്നതിനകത്ത് നിന്ന് എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരിക, അത് =0 എന്ന് കിട്ടും. അതിൽ നിന്ന് ടി കോമൺ എടുത്ത് കഴിയുമ്പോൾ T(x - α1 U1 + α UR 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്നവരെല്ലാം എവിടെ വരുന്നത്? നൾ സ്പേസിനകത്താണ് വരുന്നത്. അപ്പോൾ x - α1 U1 + α UR ഇവിടെ ഉണ്ടെന്ന് കിട്ടി, നൾ സ്പേസിലുണ്ടെന്ന് കിട്ടി. നൗ ഇഫ് ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് എടുത്ത് നോക്കുക. ബി എന്ന് പറയുന്നത് ഫൈ നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ നൾ സ്പേസിനകത്ത് ആര് വരും? ബി എന്ന് പറയുന്ന ഫൈ ആണെങ്കിൽ വെക്ടർ സ്പേസിനകത്തിൽ ആരായിരിക്കും? സ്പാൻ ബി എന്ന് പറയുന്ന സെറ്റ് 0യാണ്. അപ്പം നൾ സ്പേസിനകത്തിൽ ആകെ 0 മാത്രമേ കാണുള്ളൂ. അപ്പം ആ കേസിൽ x - α1 U1 + α UR എന്താവും? 0 ആവും. അതായത് x = α1 U1 + α UR ആയിരിക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? U1, UR ആരെ സ്പാൻ ചെയ്യുന്നു? ക്യാപിറ്റൽ വിനെ സ്പാൻ ചെയ്യുന്നു. കാരണം എക്സ് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ വിനകത്തിലുണ്ട്. ബൈ തിയറം 2.22 അനുസരിച്ച് U1, UR എന്ന് പറയുന്നത് നമുക്ക് സ്പാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് കിട്ടി. അത് സ്പാനും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പറഞ്ഞിരിക്കുന്ന ബി യൂണിയൻ സെറ്റ് U1, UR എന്ന് പറയുന്നത് ഇസ് എ ബേസിസ് ഓഫ് വി എന്നാണ്. അപ്പോൾ ബി ഇവിടെ ഫൈ ആണല്ലോ. അപ്പോൾ U1, UR എന്ന് പറയുന്ന ബേസിസ് ആണ് ഈ കേസിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇനി ബി ഫൈ അല്ലാത്ത കേസ് നോക്കുക. ദെൻ എക്സസ് V1, VK belongs to capital B and β1, βk belongs to F such that x - α1 U1 + α UR is equal to β1 V1 + βk VK. അപ്പോൾ ഈ എന്താ പറയുന്നത് x - α1 U1 + ആ സംഭവം എന്ന് പറയുന്നത് നൾ സ്പേസിനകത്ത് വരുമെന്നല്ലേ നമുക്ക് പറഞ്ഞത്. നൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിയിൽ തന്നെ ഉള്ള ആളാണ് ഈ പറഞ്ഞ നൾ സ്പേസ്. ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ ബിയിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്കതിനെ എഴുതാം. ക്യാപിറ്റൽ വിയിലെ ഒരു സബ്സെറ്റാണ് ഈ നൾ സ്പേസ് എന്ന് പറയുന്നത്. നൾ സ്പേസിൽ വരുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയിൽ തന്നെ ഉള്ള ആളാണ്. അതിനെ നമുക്ക് ബേസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. β1 U1 + βk VK എന്ന് എഴുതാം. ദസ് x = അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ U1, URൻ്റെയും ഈ പറഞ്ഞ ബിയിലുള്ള ആൾക്കാരുടെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ടാണ് ആരെ കാണിച്ചത്? എക്സിനെ കാണിച്ചത്. എക്സ് എവിടെയുള്ള എലമെൻ്റ് ആയിരുന്നു? ക്യാപിറ്റൽ ബിയിലുള്ളതായിരുന്നു. അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബി യൂണിയൻ U1, UR സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം.
അതിന് വേണ്ടിയിട്ട് V1 കോമേഴ്സിലെ VK ആർബിട്രറി ആയിട്ട് കുറച്ച് വെക്ടേഴ്സ് ബിയിൽ നിന്ന് എടുത്തു, കുറച്ച് സ്കെയിലാർ എഫിൽ നിന്ന് എടുത്തു. β1 കോമേഴ്സിലെ βk എന്ന് പറയുന്നത് എഫിൽ നിന്ന് എടുത്തു. അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ α1 U1 പ്ലസ് എക്സെട്രാ പ്ലസ് ആൽഫ ആർ URA പ്ലസ് β1 V1 പ്ലസ് എക്സെട്രാ പ്ലസ് βk VK നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ നമുക്കിതിലേക്ക് T അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ α1 T U1 പ്ലസ് എക്സെട്രാ പ്ലസ് ആൽഫ ആർ T URA പ്ലസ് β1 T V1 പ്ലസ് എക്സെട്രാ പ്ലസ് βk T VK 0 എന്ന് കിട്ടും. ഇനി അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ദ കണ്ടീഷൻസ് TV1 TV2 എക്സെട്രാ TVK എന്ന് പറയുന്നത് 0 ആയി. കാരണം V1 കോമ എക്സെട്രാ VK എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് എടുത്തത്? V1 കോമ എക്സെട്രാ VK എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് NFT ബേസിസാണ്. അപ്പം NFT ആൾക്കാരുടെ ഇമേജ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യും? α1 TU1 പ്ലസ് എക്സെട്രാ പ്ലസ് ആൽഫ TUR = 0. ഇനി ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് T1 കോമ എക്സെട്രാ TUR എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് കിട്ടും? α1 എക്സെട്രാ ആൽഫ ആർ = 0 എന്ന് കിട്ടും. യൂസിങ് ദിസ് വി ഫൈൻഡ് ദാറ്റ് ഇതിനകത്തുനിന്ന് ആൽഫ ഈ പറഞ്ഞ സ്കെയിലാറുകൾ നമുക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിനകത്തുനിന്ന് നമുക്ക് സ്കെയിലാറുകളെല്ലാം =0 ആണെങ്കിൽ മൊത്തത്തിൽ സ്കെയിലാറെല്ലാം 0 ആയല്ലോ. α1 കോമ എക്സെട്രാ ആൽഫ ആറാണ് 0 ആയത്. ഈ പറഞ്ഞ α1 കോമ എക്സെട്രാ ആൽഫ ആറാണ് 0 ആയിരിക്കുന്നത്. കാരണം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് T1 മുതൽ TUR വരെയുള്ള ആൾക്കാർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അതുകൊണ്ടാണ് ആൽഫകളെല്ലാം എന്താവുന്നത്? 0 ആവുന്നത്. ആൽഫകൾ 0 ആയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇനി ബീറ്റകളുടെ ഒരു ഇക്വേഷനേ ഉള്ളൂ. β1 V1 പ്ലസ് എക്സെട്രാ പ്ലസ് βk VK = 0 എന്ന് കിട്ടും. ഇനി ബിയിലുള്ള ആൾക്കാരാണ് ഈ V1 കോമ എക്സെട്രാ VK. ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ സ്കെയിലാറുകളും 0 കിട്ടും. അതുകൊണ്ട് എന്തായി? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാൻ ഓൾറെഡി പ്രൂവ് ചെയ്തു. അതുകൊണ്ട് അത് ബേസിസ് ആവും. ഇനി തിയറം 2.25 റാങ്ക് നള്ളിറ്റി തിയറം. ലെറ്റ് T ഫ്രം V to W be linear transformation, then rank T plus nullity T is equal to dimension B. If T is of finite rank, then the proof follows from 2.24. On the other hand, if rank of T is equal to infinity, then by theorem 2.23 dimension B is equal to infinity. If T is of finite rank, then the proof follows finite നമുക്ക് T from V to W linear transformation, then rank T plus nullity T 0 dimension B എന്നാണ്. Tക്ക് ഫൈനൈറ്റ് റാങ്ക് ആണെങ്കിൽ then the proof follows from theorem to തൊട്ട് മുമ്പ് നമുക്ക് കണ്ടത് എന്തായിരുന്നു? ബി ബേസിസ് ആണെങ്കിൽ ബി യൂണിയൻസ് ആ സംഭവം എന്ന് പറയുന്ന ബേസിസ് ഓഫ് വി എന്നല്ലേ? ബി എന്ന് പറയുന്ന ആരുടെ ബേസിസാണ്? NFT ബേസിസാണ്. അപ്പോൾ അതിൻ്റെത് പ്ലസ് U1 കോമ എക്സെട്രാ UR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ തന്നെയാണ് നമ്മുടെ T1 കോമ എക്സെട്രാ TUR അതിനകത്തിലുള്ളത്. അപ്പം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ബി കിട്ടുന്നു എന്നാണ് ഈ തിയറത്തിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നള്ളിറ്റി ഓഫ് T എന്ന് പറയുന്നത് ബിയുടെ ഇതിനോട് ഈക്വൽ. അതേപോലെ U1 കോമ എക്സെട്രാ UR എന്ന് പറയുന്നത് റാങ്ക് ഓഫ് Tയോട് ഈക്വൽ. അതിൻ്റെ എണ്ണം അതെന്ന് പറയുന്നത് ഡയമെൻഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് റാങ്ക് T പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ബി എന്ന് കിട്ടുന്നത്. ഫൈനൈറ്റ് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറം മതി. ഈ തിയറം പേരുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി അതിന് ഈ റാങ്ക് ഓഫ് T ഇൻഫിനിറ്റി ആണെങ്കിൽ ദെൻ ബൈ തിയറം 2.23 അനുസരിച്ച് നമുക്ക് ഡയമെൻഷൻ ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. അപ്പോൾ രണ്ട് സൈഡ് ഇൻഫിനിറ്റി വന്നല്ലോ. ഓക്കെ.